Hi all, welcome to Texacity. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ഓഫ് പവർ ആണ്. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിനും അതുപോലെ ക്യാംകോൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസിൽ വരുന്നത് AMVIക്ക് വരുന്നതാണ്. നമ്മുടെ പോളി ലെക്ചർ അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇതിലെല്ലാത്തിനും വരുന്ന ഒരു കോമൺ ടോപ്പിക് തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് പവർ. ട്രാൻസ്മിഷൻ ഓഫ് പവർ ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു എനർജി അല്ലെങ്കിൽ ഒരു പവർ അതിന്റെ പ്ലേസ് ഓഫ് ജനറേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മോസ്റ്റ്ലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ ആണ്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്താണ്, നമ്മുടെ സാധാരണ നമുക്ക് അരി പൊടിക്കാൻ പോകുന്ന മില്ലിൽ, ഫ്ലോർ മില്ലിൽ നമ്മൾ ചെന്ന് കാണാൻ പറ്റും അല്ലെ. വലിയൊരു മോട്ടർ വെച്ചിട്ട് അതൊരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഷാഫ്റ്റിൽ 2-3 തന്നെ ബെൽറ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2-3 തരത്തിലുള്ള മെഷീൻസ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഒരൊറ്റ മോട്ടറിൽ നിന്ന് നമ്മൾ ഷാഫ്റ്റ് വഴി, അപ്പോൾ ഇത് നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ പവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റ് വഴിയാണ്. ഓക്കെ, ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. ഹാവിങ് എ ഡയമീറ്റർ ലെസ് ദാൻ എന്തായിരിക്കും, ലെങ്ത് ആ ഷാഫ്റ്റിന്റെ ലെങ്തിനേക്കാളും കുറവായിരിക്കും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പൊതുവെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഓഫ് പവർ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതുപോലെ ഒന്ന് റോപ്പ് ഡ്രൈവ് ഉണ്ട്, ദെൻ ഗിയർ ഡ്രൈവ്സ് ഉണ്ട്, ചെയിൻ ഡ്രൈവ്സ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ട്രാൻസ്മിഷൻ ടൈപ്പാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിലെ ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താണ്, ബെൽറ്റ് ഡ്രൈവ്സ് റൊട്ടേഷൻ മോഷനാണ് അല്ലെ. ഒരു മെക്കാനിക്കൽ എലമെന്റിലെ റൊട്ടേഷൻ മോഷനെ നമ്മൾ വേറൊരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Okay, so these systems are driven by a prime mover or transmit the rotation motion to the various parts of the machine within itself. Usually shafts are employed to transmit rotational motion. The one that drives is called the driving system. The other which is driven is called driven system. Okay, ഒന്ന് നമ്മൾ മോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മൾ എന്ത് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ഡ്രിവൺ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ടിപ്പിക്കൽ ബെൽറ്റ് ഡ്രൈവ്സ് നമുക്കറിയാം. ബെൽറ്റ് ഡ്രൈവ്സ് ആർ എ ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഡ്രൈവ്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവേഴ്സ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ മീൻസ് ഓഫ് പുള്ളി വിച്ച് റൊട്ടേറ്റ് അറ്റ് ദി സെയിം സ്പീഡ് ഓർ അറ്റ് ഡിഫറെന്റ് സ്പീഡ്. ഒരു ഡ്രൈവർ പുള്ളിയുണ്ട്, ഡ്രിവൺ പുള്ളിയുണ്ട്, അത് നമ്മുടെ ബെൽറ്റ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് is shown in the figure constitute 2 pulleys or which an endless belt is passed over. The mechanical power or rotatory motion is transmitted from the driving pulley to the driven pulley because of the frictional grip that exists between the belt and the pulley surface. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ഇവിടത്തെ ഈ മോഷനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇതിലേക്ക് കൊണ്ടുവരുന്നു യൂസിങ് എ ബെൽറ്റ് അല്ലെ. അപ്പൊ ഈ ബെൽറ്റിന്റെ അതുപോലെ തന്നെ ഈ പുള്ളി സർഫസിന്റെ ഗ്രിപ്പ്, ഫ്രിക്ഷണൽ ഗ്രിപ്പാണ് ഈ ഒരു പവർ ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. The portion of the belt which is having less tension is called slack side അല്ലെ. ലെസ് ടെൻഷൻ, നമ്മൾ ബെൽറ്റ് ഇങ്ങനെ ഇടുമ്പോൾ ലെസ് ടെൻഷൻ ഉള്ള സ്ഥലത്തിന് നമ്മൾ സ്ലാക്ക് സൈഡ് എന്ന് പറയും. എവിടെയാണോ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അതിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്ന് പറയും. The effective pulling power of the belt that causes the rotation of the driven pulley is the difference in tension on the slack and tight side. അപ്പോൾ ആ സ്ലാക്ക് ആൻഡ് ടൈറ്റ് സൈഡിന്റെ എന്താണ്, ടെൻഷൻ ഡിഫറൻസ് ആണ് ഇതിന്റെ എഫക്റ്റീവ് പുള്ളിംഗ് പവർ വരുന്നത്. Okay, the tensions in the tight and slack sides of the belt depend on the angle of contact. The belt drives have to be arranged such that the slack side comes above and tight side comes below the pulleys. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്, സ്ലാക്ക് ആയിട്ടുള്ള അല്ലെ, ലൂസായിട്ട് കിടക്കുന്ന സൈഡ് എവിടെ വരണം, മുകളിലും ടൈറ്റ് സൈഡ് താഴെയും വരണം. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടുമ്പോൾ അതിന്റെ എന്താണ്, അതിന്റെ അറേഞ്ച്മെന്റ് സ്ട്രെങ്ത്. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലാക്ക് സൈഡ് മുകളിൽ ടൈറ്റ് സൈഡ് താഴെയുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. Okay, this arrangement increases the angled contact of the belt on the driven side. Sometimes in a belt drive there is always a possibility of some slipping taking place between the belt and the pulleys.
which cause the driven pulley to rotate at a lesser speed, consequently reduces the power transmission. Okay. സ്ലിപ്പിംഗ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഇവിടെ നടക്കാറുണ്ട്, നമ്മളെ ബെൽറ്റ് ഡ്രൈവിൽ നടക്കാറുണ്ട്. അതായത് എന്താണ് ഒരു ബെൽറ്റ് ആൻഡ് പുള്ളി എന്ത് ചെയ്യുന്നു, ഡ്രൈവർ പുള്ളി ലെസ്സർ സ്പീഡിൽ കറങ്ങാനും അതോടൊപ്പം തന്നെ അത് ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുമ്പോൾ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറയും. ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ സ്ലിപ്പ് സംഭവിക്കും. സ്ലിപ്പ് സംഭവിക്കുമ്പോൾ അതായത് പുള്ളിയിൽ നിന്നും ബെൽറ്റ് എന്ത് ചെയ്യുന്നു, തെന്നി മാറിപ്പോകാനും അതായത് കറക്റ്റ് ആയിട്ടുള്ള എന്ത് കിട്ടത്തില്ല, ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കത്തില്ല. അതിന് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് പുള്ളിയുടെ മുകളിൽ കൂടെ എന്ത് ചെയ്യുന്നു, ബെൽറ്റ് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ലിപ്പ് എന്ന് പറയുന്നത് വിച്ച് കോസസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ പുള്ളി ആൻഡ് ദ ബെൽറ്റ്, ആൻഡ് ദിസ് ഈസ് കാൾഡ് ദി സ്ലിപ്പ് ഓഫ് ദി, നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്ന ടേം, സ്ലിപ്പ് ഓഫ് ദി ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൻസ് ബെൽറ്റ് ഡ്രൈവ്സ് ആർ യൂസ്ഡ് ടു ബി നോട്ട് എ പോസിറ്റീവ് ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം. സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനൊരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയത്തില്ല. ഇനി ടൈപ്സ് ഓഫ് ബെൽറ്റ്, 3 ടൈപ്പ് ആണുള്ളത്: ഫ്ലാറ്റ് ബെൽറ്റ്, വി ബെൽറ്റ്, സർക്കുലർ ബെൽറ്റ്. ഓക്കെ, 3 ടൈപ്സ് ആണ് സാധാരണയായിട്ടുള്ളത്. ഫ്ലാറ്റ് ബെൽറ്റ്, ദിസ് ബെൽറ്റ് ഹാസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഫ്ലാറ്റ് ബെൽറ്റിലാണ് കൂടുതലും നേരത്തെ പറഞ്ഞ നമ്മുടെ സ്ലിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ടാകുന്നത്. ദിസ് ബെൽറ്റ് ഹാസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ദീസ് ബെൽറ്റ്സ് ആർ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് പവർ ഓവർ ലോങ് ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ പുള്ളീസ്, ലെസ് ദാൻ 10 മീറ്റർ അതാണ് സാധാരണ പറയുന്നത്. ഈ അങ്ങനത്തെ എന്താണ് ട്രാൻസ്മിഷന് വേണ്ടി ആ ഡിസ്റ്റൻസ് ഉള്ള, അത്രയും ഡിസ്റ്റൻസ് ഉള്ള പുള്ളി സെന്റേഴ്സ് തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് ഉള്ള എന്താണ് പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ബെൽറ്റ്. ദ എഫിഷ്യൻസി ഓഫ് ദിസ് ഡ്രൈവ് ഈസ് അബൌട്ട് 98% ആൻഡ് പ്രൊഡ്യൂസ് ലിറ്റിൽ നോയ്സ്. Then comes V belt. V belts are also used with grooved pulleys. V belts are trapezoidal in cross section. These belts permit large speed ratio and can transmit higher power. Multiple drives are possible. V shaped belt ആണ്, V shaped belt, and cross section എടുക്കണമെങ്കിൽ ഒരു V പോലെ ഇരിക്കും. Okay, then circular. This type of belt has a circular cross section and is used with a grooved pulley. Circular, അവിടെയും എന്ത് വേണം, നമ്മളെ വി ബെൽറ്റ് പോലെ തന്നെ പുള്ളിയിൽ എന്ത് വേണം, ഗ്രൂവ് ഉണ്ടെങ്കിൽ ആ ഗ്രൂവിലിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടിക്കും. അപ്പം ഇവ എന്താണ് ഫ്ലാറ്റ് ബെൽറ്റിന് ഗ്രൂവ് വേണ്ട, സർഫസ് സാധാരണ എന്ത് മതി, നമ്മളുടെ പുള്ളി മതി. വി ബെൽറ്റും അതുപോലെ തന്നെ സർക്കുലർ വരുമ്പോഴും അവിടെ എന്താ വേണം, ഗ്രൂവ്ഡ് ആയിട്ടുള്ള ബെൽറ്റ് വേണം. ഓക്കെ, ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. 5 ടൈപ്പ് ബെൽറ്റ് ഡ്രൈവിലാണ് ഉള്ളത്. സാധാരണ നമ്മൾ നോക്കുമ്പോൾ 2 ടൈപ്പാണ് നമ്മൾ സാധാരണയൊക്കെ പഠിച്ചിട്ടുള്ളത്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ്. പക്ഷെ എന്താണ് ടിപ്പിക്കലി നമുക്ക് 5 ടൈപ്പുകളാണ് സാധാരണ ഉള്ള ബെൽറ്റ് ഡ്രൈവ്: ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, സ്റ്റെപ്ഡ് കോൺ പുള്ളി ഓർ സ്പീഡ് കോൺ ഡ്രൈവ്, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളീസ്, ജോക്കി പുള്ളി ഡ്രൈവ്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. In these types of belt drive, the belt is employing when the 2 parallel shafts have to rotate in same direction. Same directionലായിരിക്കും റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ 2 പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റ് ആണ്, 2 പാരലൽ ഷാഫ്റ്റിനെ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നു. Okay, when the shafts are far apart, the lower side of the belt should be tight side and the upper side must be slack side. അല്ലെ, നല്ല ഫാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ ടൈറ്റും മുകളിൽ സ്ലാക്കും ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് വെൻ ദി അപ്പർ സൈഡ് ബിക്കംസ് ദി സ്ലാക്സ്, ഇറ്റ് വിൽ സാഗ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് ആൻഡ് ദസ് ഇൻക്രീസ് ദി ആർക്ക് ഓഫ് കോണ്ടാക്ട്. അതായത് വെയിറ്റിനനുസരിച്ച് നോക്കിയേ, നമ്മുടെ വെയിറ്റിനനുസരിച്ച് മുകളിൽ എന്ത് ചെയ്യും, ബെൽറ്റിന്റെ വെയിറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, മുകളിൽ ഒരു സാഗ് ഉണ്ടാകുന്നു. അപ്പോൾ അതിന്റെ വെയിറ്റിനനുസരിച്ച് തന്നെ സാഗ് ഉണ്ടാകുമ്പോൾ ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. നെക്സ്റ്റ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഇങ്ങനത്തെ ബെൽറ്റ് ഡ്രൈവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, 2 പാരലൽ ഷാഫ്റ്റ് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യണം. സെയിം പാരലൽ ഷാഫ്റ്റ് സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ്, ദ ബെൽറ്റ് ഈസ് എംപ്ലോയിങ് when 2 parallel shafts have to rotate in the opposite direction. At the junction where the belt cross,
It rubs against itself and wears off. ഇത് രണ്ടും എന്താ ജംഗ്ഷൻ ഇത് കണ്ടോ, ഇത് ടച്ച് ചെയ്യുന്ന ഇവിടെ സാധാരണ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടെ റബ്ബായിട്ട് അല്ലെ, ഇത് രണ്ടും കൂടെ ഒരഞ്ഞ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരഞ്ഞ് അവിടെ നശിച്ചു പോകാൻ അല്ലെങ്കിൽ വെയർ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Okay, to avoid excessive wear, the shaft must be placed at a maximum distance and from each other and operated at very slow speed. അപ്പോൾ ഈ ഒരു എന്താണ് wear ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു, മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കാറുണ്ട് ആൻഡ് ഓപ്പറേറ്റഡ് അറ്റ് ലോ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ വെയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയില്ലേ, ഈ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു എത്ര 20 ഡിസ്റ്റൻസിലാണ് വെക്കുന്നതെന്ന് പറയുന്നത്. W എന്ന് പറയുന്നത് ആ ബെൽറ്റിന്റെ വിഡ്ത്ത്. അപ്പൊ ആ ബെൽറ്റിന്റെ വിഡ്ത്ത് ഇൻറ്റു 20 ആ അത്രയും എന്തായിരിക്കണം, ഡിസ്റ്റൻസിലായിരിക്കണം ഷാഫ്റ്റുകളുടെ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രോസ് ചെയ്യുന്ന അവിടുത്തെ റബ്ബിംഗ് ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷാഫ്റ്റിന് എത്ര മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കാം. ആ മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്, 20W, 20 ഇൻറ്റു width of the belt. Okay, next, stepped cone pulley or speed cone drive. കണ്ടല്ലോ ഫിഗർ കണ്ടല്ലോ, സ്റ്റെപ്ഡ് കോൺ പുള്ളി ഓർ സ്പീഡ് കോൺ ഡ്രൈവ്. അപ്പോൾ ഇവിടെ കോൺ പുള്ളിയാണ്, കോൺ ഷേപ്ഡ് പുള്ളിയാണുള്ളത്. മെയിൻ ഓർ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഇതാണ്, ഡ്രിവൺ ഷാഫ്റ്റ് ഇവിടെയാണ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ആർ യൂസ്ഡ് വെൻ ദ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് ടു ബി ചേഞ്ച്ഡ് വെരി ഫ്രീക്വൻ്റ്ലി. അല്ലെ, നമുക്ക് ഇവിടത്തെ സ്പീഡ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ, ഡ്രിവൺ ഷാഫ്റ്റിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് പുള്ളി. അതായത് ഇപ്പൊ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീനിൽ അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് ഈ ടൈപ്പ് എന്താണ് പുള്ളിയാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ എ സ്റ്റെപ്ഡ് കോൺ പുള്ളി ഈസ് ആൻ ഇന്റഗ്രൽ കാസ്റ്റിംഗ് ഹാവിംഗ് 3 or number of pulleys of different sizes, one adjacent to the other. നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം one set of stepped cone pulley is mounted in reverse on the driven shaft and endless belt will be wrapped around one pair of pulleys. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒറ്റ കാസ്റ്റിംഗ് ആണ്, ഒറ്റ ഇന്റഗ്രൽ കാസ്റ്റിംഗ് ആയിരിക്കും. 3 or more പുള്ളീസ് കാണും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ സ്പീഡ് മാറ്റാൻ പറ്റുന്നത്. ബൈ ഷിഫ്റ്റിംഗ് ദ ബെൽറ്റ് ഫ്രം വൺ പെയർ ഓഫ് പുള്ളീസ് ടു അതർ, ദ സ്പീഡ് ഓഫ് ദ ഡ്രിവൺ ഷാഫ്റ്റ് ക്യാൻ ബി വേരിയഡ്. ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പുള്ളിയിലേക്ക് മാറ്റിയിടും തോറും അതിന്റെ സ്പീഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, vary ചെയ്യാൻ പറ്റും. The diameter of the driving and driven pulleys is such that the same belt will operate when shifted on different pairs of pulley. ഓരോന്നിലും മാറ്റുമ്പോഴും നമ്മൾ നോക്കിയാൽ അത് നമുക്ക് ഏകദേശം എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. നമുക്ക് അതായത് പലതരത്തിലുള്ള ബെൽറ്റ്, ഐ മീൻസ് സെയിം ബെൽറ്റ് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. Then fast and loose pulley drive. ഫിഗർ നോക്കുക, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ്. ഡ്രൈവിംഗ് പുള്ളി കണ്ടു, ലൈൻ ഷാഫ്റ്റ്. ദെൻ ഒരു ലൂസ് പുള്ളി ഉണ്ട്, ഒരു ഫാസ്റ്റ് പുള്ളി ഉണ്ട്. ഡ്രിവണിൽ നോക്കുകയാണെങ്കിൽ ഒരു ലൂസ് പുള്ളി ആൻഡ് ഓൾസോ എ ഫാസ്റ്റ് പുള്ളി ഉണ്ട്. ഇതിന് ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ്. ഇതെന്ന് പറയുന്നത് ദിസ് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ആർ യൂസ്ഡ് വെൻ ദ ഡ്രിവൺ എന്ന് പറയുന്നത് ഇവിടെ മെഷീൻ ഷാഫ്റ്റ് എന്ന് കാണിച്ചാണ്. Driven or machine shaft is to be started or stopped whenever desired without interfering with the driving shaft. ഇതിനെ ഇന്റർഫിയർ ചെയ്യാതെ ഏത് നിമിഷവും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഡ്രൈവിനെയാണ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. A pulley which is keyed to the machine shaft is called fast pulley. കണ്ടോ ഫിഗർ നോക്കിയാൽ, a pulley which is keyed to the machine shaft is called a fast pulley and run at the same speed as that of the machine shaft. Machine shaft ന്റെ same speed തന്നെയായിരിക്കും ഇത് കറങ്ങുന്നത്. A loose pulley runs freely over the machine shaft and is incapable of transmitting any power. അതാണ് ലൂസ് പുള്ളി. അല്പം മാറിയിട്ടാണ് എന്തിരിക്കുന്നത്, ലൂസ് പുള്ളി ഇരിക്കുന്നത്. When the driven shaft is required to be stopped, the belt is pushed on to the loose pulley by means of sliding bar having belt fork. അതായത് ഇപ്പം
ഡ്രിവൺ ഷാഫ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഉടനെ എന്ത് ചെയ്യുന്നു? ബെൽറ്റിനെ അവിടെ നിന്ന് തള്ളി എങ്ങോട്ടേക്ക് മാറ്റുന്നു? ലൂസ് പുള്ളിയിലോട്ട് മാറ്റുന്നു. ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിന്ന് നേരെ തിരിച്ച് കൊണ്ടുവരണം. അപ്പൊ അത് ഫാസ്റ്റ് പുള്ളിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് മെഷീൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റിനെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും, അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റിനെ ഇന്റർഫിയർ ചെയ്യാതെ തന്നെ, അത് അപ്പുറത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിനെ ഇന്റർഫിയർ ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. The last one, jockey pulley drive. Jockey pulley drive. Okay, figure കണ്ടല്ലോ. Okay, in an open belt drive arrangement, if the center distance is small, or if the driven pulleys are very small, then the angle of contact of the belt with the driven pulley will be very small. This reduces the tensions in the belt. Or if the required tension of the belt cannot be obtained, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടെൻഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഐഡലർ പുള്ളി എന്ന് പറയുന്ന സംഭവം നമ്മൾ വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ജോക്കി പുള്ളി എന്ന് പറയുന്നത്. ജോക്കി പുള്ളി ഡ്രൈവ്, അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ടെൻഷനും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കൂടുന്നു, നമ്മുടെ പവർ ട്രാൻസ്മിഷൻ കൂടുന്നു. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ജോക്കി പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. Okay, in an open belt drive arrangement, if the center distance is small or if the driven pulleys are very small, then we use a jockey pulley. Okay, ഈ ഐഡലർ പുള്ളി തന്നെയാണ് ജോക്കി പുള്ളി, which is placed on the സ്ലാക്ക് സൈഡ് ഓഫ് ദി ബെൽറ്റ്. ബെൽറ്റിന്റെ സ്ലാക്ക് സൈഡിൽ വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് കൂടുതൽ ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ കുറവാണെങ്കിൽ നമുക്ക് ആ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഈ ഐഡിലർ പുള്ളീസ് എന്ന് പറയുന്നത്. പല അറേഞ്ച്മെന്റിൽ ഇവിടെ ഇപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്തോളൂ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ഐഡിലർ പുള്ളീസ് ആർ യൂസ് ടു ഗെറ്റ് ദി റിക്വേർഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അല്ലെങ്കിൽ റിക്വേർഡ് ടെൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുള്ളി കൊടുക്കണം. ഐഡലർ പുള്ളി അവിടെ എന്ന് വെച്ചാൽ ഇത് ഒന്ന് ട്രാൻസ്മിറ്റ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് മോട്ടറിലോട്ടോ അല്ലെങ്കിൽ മെഷീനിലോട്ടോ ഒന്നും കണക്റ്റഡ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് യൂസ്ഡ് ടു ഇൻക്രീസ് ദി ടെൻഷൻ. അതിനുവേണ്ടി മാത്രം അത് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ഐഡലർ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ആദ്യം പറഞ്ഞുള്ള സ്ലിപ്സ് ഇൻ ബെൽറ്റ്. ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ദിസ് റൊട്ടേറ്റിംഗ് ഓഫ് ദി ബെൽറ്റ് ഓവർ ദ പുള്ളീസ് ഈസ് അസ്യൂം ടു ബി ഡ്യൂ ടു ദി ഫേം ഫ്രിക്ഷണൽ ഗ്രിപ്പ് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി. ഇതാണ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഗ്രിപ്പ് കുറയുന്നു അല്ലെ? ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ സ്ലൈഡിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന വരുന്നത്. When this frictional grip becomes insufficient, there is a possibility of forwarding motion of driver without pulley with its. This is known as slip in the belt. അവിടെ ഗ്രിപ്പില്ലാതെ അത് മൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ഇൻ ബെൽറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് percentage of the driver speed. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Therefore, slip may be defined as the relative motion between the pulley and the belt in it. This reduces the velocity ratio and usually expressed in percentage and is denoted by S. ഇനി creep. എന്താണ് creep? അവിടെ നമ്മൾ ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് കൺസിഡർ ചെയ്യാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. The portion of the belt leaving the driven and entering the driver is known as tight side, and portion of the belt leaving the driver and entering driven is known as the slack side. അപ്പോൾ സ്ലാക്ക് സൈഡ് മുകളിൽ, ടൈറ്റ് സൈഡ് താഴെ, ഇങ്ങനെയാണ് നമ്മൾ പറയും അല്ലെ? ഇപ്പം ഡ്യൂറിങ് റൊട്ടേഷൻ there is an expansion of belt on the tight side. ടൈറ്റ് സൈഡിൽ എന്ത് സംഭവിക്കും? എക്സ്പാൻഷനും സ്ലാക്ക് സൈഡിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കോൺട്രാക്ഷനും സംഭവിക്കുന്നു. Due to this uneven expansion and contraction of the belt over the pulleys, there will be a relative motion of the belt over the pulleys. This phenomenon is known as creep in a belt. അപ്പോൾ ആ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? creep in a belt. Now coming to the last section, advantages and disadvantages of flat belt. The following are the
advantages and disadvantages of belts drive. Flexible, simple in construction, smooth operations. Advantages are efficient at high speeds and protects against overload. Running and maintenance cost is low. Relatively long life and easy to work. Disadvantage എന്ന് പറയുന്ന രണ്ട് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. എന്ത് സ്ലിപ്പും ക്രീപ്പും ഉണ്ടാകുന്നുണ്ട്. അതിന് ലോ എഫിഷ്യൻസി ഉണ്ടാക്കുന്നു അല്ലേ. Loss of power due to slip and creep in turn results in low efficiency. Not preferred for short center distances. Short center distance നമ്മൾ സാധാരണ ചെയിൻ അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് അതായത് പുള്ളി സെൻറ്റർ ഡിസ്റ്റൻസസിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് യൂസ് ചെയ്യുന്നില്ല. Because of the endlessness of the belt, joints reduce the life of the belt. നമ്മൾ എൻലെസ് ബെൽറ്റ് എന്നാ പറയുക അല്ലെ, എൻലെസ് ബെൽറ്റ് ആണ്. അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ജോയിൻസ് റെഡ്യൂസ് ദി ലൈഫ് ഓഫ് ദി ബെൽറ്റ്. ഇത് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വന്നത്. ഇനി ഈ ബെൽറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സ്ട്രോങ്, ഫ്ലെക്സിബിൾ ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഷുഡ് ഹാവ് ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കാരണം ഫ്രിക്ഷണൽ ഗ്രിപ്പാണ് ഈ ഒരു മൂവ്മെന്റ് തന്നെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുവാണ്, ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വേണം. സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലെതർ, ഫാബ്രിക്, റബ്ബർ ആൻഡ് ബെലാറ്റ. ഓക്കെ, ലെതർ നമ്മൾ സാധാരണ ലെതർ കണ്ടിട്ടുണ്ട്. സിന്തറ്റിക് ലെതേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ ലെതർ മേ ബി ഓക്ക് ടാൻഡ് ഓർ മിനറൽ സാൾട്ട് ടാൻഡ്. Example, chrome tanned. When the thickness of the belt requires more than 2 or more strips are cemented together or glued together, leather belts require periodic cleaning. ഇതാണ് ഇതിൻ്റെ ലെതർ. നമ്മൾ സിന്തറ്റിക് ലെതറാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് പോരാ, നമുക്ക് എന്താണ് അതിൻ്റെ തിക്നെസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്ട്രിപ്സും വെച്ച് അതിനെ ഗ്ലൂ ചെയ്ത് അതിൻ്റെ തിക്നെസ്, പലതരത്തിലുള്ള തിക്നെസ് വേരിയേഷൻസ് ഇപ്പോൾ ലെതർ ബെൽറ്റിനുണ്ട്. പീരിയോഡിക് ആയിട്ടുള്ള ക്ലീനിങ് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിറ്റീരിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. Then comes fabric belts are made by folding canvas or cotton ducks in a layer depending on the required thickness and stitching. The fabric belറ്റുകളുണ്ട്, ചില ഫാബ്രിക് ബെൽറ്റുകളുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഫാബ്രിക് ബെൽറ്റ്. Then റബ്ബർ നമ്മൾ കണ്ടിട്ടുണ്ട്, റബ്ബർ ബെൽറ്റ്സ് ഉണ്ട്. The belts are made of fabric with a rubber layer. These are used in sawmills, paper mills, flour mills. നമ്മൾ ഇതെല്ലാം മില്ലിലും കാണുന്ന സാധാരണ എന്താണ് ഓട്ടോമോട്ടീവ് ആയിട്ട് നമ്മൾ ഓട്ടോമൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്ന റബ്ബർ ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. Then ബലാറ്റ. The belts are made out of these materials are similar to rubber belt except that balatta gym is used instead of rubber. The belts of these material are acid and waterproof but cannot be used where the temperature is above 45 degree. ഓക്കെ, അപ്പം ബെല്ലാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മാൻമെയ്ഡ് ആയിട്ടൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ബെല്ലാറ്റ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹെവി വെയിറ്റ് ഉള്ള കോട്ടൺ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ബെല്ലാറ്റ നമ്മൾ ഉണ്ടാക്കുന്നത്, വിത്ത് റബ്ബർ കോമ്പൗണ്ട്സ്. അത് റബ്ബർ, പ്യൂർലി റബ്ബറും അല്ല, പ്യൂർലി കോട്ടൺ ഫാബ്രിക്കും അല്ല. ഇറ്റ്സ് എ മിക്സർ ഓഫ് ഹെവി വെയിറ്റ് ആൻഡ് ഡ്യൂറബിൾ കോട്ടൺ ഫാബ്രിക് മിക്സ്ഡ് വിത്ത് എന്താണ്, റബ്ബർ കോമ്പൗണ്ട്സ്. ഇതെന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിയൽ യൂസ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആസിഡ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ 45 ഡിഗ്രി മുകളിലേക്ക് പെട്ടെന്ന് ഉരുകി പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഇൻ ഇൻഡസ്ട്രിയൽ പർപ്പസസ്. ഇൻഡസ്ട്രിയൽ പർപ്പസിലാണ് ഈ ബെലാറ്റ എന്ന് പറയുന്ന ബെൽറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വി ബെൽറ്റ്, ഒരു ഗ്രൂവില് അല്ലെ, നമ്മുടെ പുള്ളിയിൽ ഒരു ഗ്രൂവില് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതാണ് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ വി. V belts or V types of belts are widely used in high power transmission. V belts are trapezoidal in section, അല്ലെങ്കിൽ ഒരു V ഷേപ്പിലുള്ള സെക്ഷൻ. They are molded as endless loops from rubber reinforced with fibrous material. റബ്ബർ ഉണ്ടായിരിക്കും, ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. They run in the V grooves made in pulleys. പുള്ളീസിൽ ഇത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടും ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുള്ളിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ സൈസിനനുസരിച്ചിട്ട് ഗ്രൂവ് ഉണ്ടാക്കേണ്ടി വരും. Okay, the wedging action of the belt in the V grooves enables them to transmit higher torques. The power transmitted by a V belt drive can be increased by operating with several belts placed side. ഹയർ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ V grooves മീൻസ് V ബെൽറ്റുകൾ. This form of drive is used extensively in all classes of machinery, transmitting power from 0.5 kilowatt up
to 150 kilowatt വരെയുള്ള പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റും ഇതും തമ്മിലുള്ള difference, advantages and disadvantages of V-belt drive over a flat belt drive. The V-belt drive gives compactness due to the small distance between the centers of the pulleys. The drive is positive because the slip between the belt and pulley groove is negligible. ഇവിടെ എന്താണ് പോസിറ്റീവ് ആണ്, കാരണം മറ്റേ ഫ്ലാറ്റ് ബെൽറ്റിലാണ് നമ്മൾ കൂടുതലും സ്ലിപ്പ് നടക്കുന്നത് പറഞ്ഞു. ഇവിടെ ഗ്രൂവിൽ കിടക്കുന്നത് കൊണ്ട് ആ ഒരു സ്ലിപ്പ് എന്താണ് കുറവായിരിക്കും, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, അതായത് ഫ്രിക്ഷണൽ ഗ്രിപ്പ് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. Since the V-belt are made endless and there is no trouble, therefore the drive is smooth. It provides longer life, 3 to 5 years. മറ്റേതിനേക്കാളും longer life ഉണ്ട്. The operation of the belt and pulley is quiet. It can be easily installed and removed. Easy ആയിട്ട് install ചെയ്യാൻ remove ചെയ്യാൻ പറ്റും. The belt has the ability to cushion the shock when the machines are started. Then high velocity ratio on maximum 10 can be obtained. Then V-belt may be operated in either direction with the tight side of the belt at the top or bottom. ഏത് സ്ഥലത്തുമാണ് ടൈറ്റും സ്ലാക്കും ഇങ്ങനെ മാറിയാലും നമുക്ക് എന്താ ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. എവിടെ? V-belt ഡ്രൈവിൽ. The selection of belt drive. The following factors are considered in the selection of belt drives. The speed of the driver and driver. നമ്മൾ ഒരു ബെൽറ്റ് ഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്? 6 പോയിന്റ്സിലാണ് ഇവിടെ ഉള്ളത്. ഡ്രൈവറിൻ്റെയും ഡ്രൈവർ പുള്ളിയുടെയും സ്പീഡ് റിഡക്ഷൻ റേഷ്യോ, എത്ര പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, 2 ഷാഫ്റ്റുകളുടെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഷാഫ്റ്റിന്റെ ലേഔട്ട് എങ്ങനെയാണ്, പോസിറ്റീവ് ഡ്രൈവ് റിക്വയർമെന്റ്സ്, ഇതൊക്കെയാണ് നോക്കിയിട്ടാണ്, ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൽറ്റ് ഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്.